വിശ്വാസ സമൂഹം UDF-നൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ്. അത് 100% ഞാൻ പറയുന്നില്ല, 101% വിശ്വാസ സമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകും. NSS ആയാലും SNDP ആയാലും ഒക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു മൃദു സമീപനം LDF-നോട് പ്രത്യേകിച്ച് CPM-നോട് എടുക്കുന്നുണ്ട്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിനൊക്കെ അവരുടെ ശക്തമായ പ്രാതിനിധ്യവുമൊക്കെ സാന്നിധ്യവുമൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഈ പന്തളത്ത് നടക്കാൻ വേണ്ടി പോകുന്ന UDF-ന്റെ അല്ലെങ്കിൽ KPCC-യുടെ ഈ മഹാസംഗമത്തിലേക്ക് ഈ സമുദായ നേതാക്കളെ ക്ഷണിക്കുക എന്നൊരു ആലോചന ഇല്ലാതെ പോയി? അല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായങ്ങൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് വിശ്വാസികളുടെ എല്ലാവരുടെയും അഭിപ്രായം അല്ല എന്ന് ഞങ്ങൾ കാണുന്നു. ഇപ്പോൾ ഏത് സമുദായത്തിൽപ്പെട്ട സമുദായ നേതാവ് പറഞ്ഞാലും ആ സമുദായ നേതാവിന് അഭിപ്രായം കാണും. പക്ഷേ ആ അഭിപ്രായമായിരിക്കില്ല ആ സമുദായത്തിൽപ്പെട്ട മുഴുവൻ ആളുകൾക്കും. അതിനകത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇവിടെ പല സംഭവങ്ങളും ഉണ്ടായപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇറങ്ങി നാമജപ ഘോഷയാത്ര നടത്തിയതിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ മനസ്സിൽ കാണുമെന്ന് ഞാൻ കരുതുകയാണ്. അവരുടെ എല്ലാവരുടെയും പേര് കേസാണ്. ഞങ്ങളടക്കമുള്ള ശ്രീ ഉമ്മൻചാണ്ടി അടക്കം, ഞാനടക്കം, അതുപോലെ രമേശ് ചെന്നിത്തല, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ചാൽ ഇതിനെതിരെ അന്ന് ഞങ്ങൾ ശബരിമലയിലേക്ക് പോവുകയും എന്ന് വെച്ചാൽ പമ്പയിൽ വരെ പോയി അവിടെ ഞങ്ങൾ നടത്തിയ ഒരു പ്രതിഷേധമുണ്ട്. അതായത് NS സുകുമാരൻ നായരുടെ ആയാലും അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ്റെ ആയാലും ഒക്കെ അവരുടെ ഈ പരസ്യമായ പ്രസ്താവനകൾ, LDF അനുകൂല പ്രസ്താവനകൾ അണികൾ ഏറ്റെടുക്കും എന്ന് UDF കരുതുന്നില്ല. അല്ല, അവരുടേതായ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. എല്ലാവരും അത് ഏറ്റെടുക്കും എന്ന വിശ്വാസമൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പൂർണ്ണമായും ഞാൻ പറയുന്നു, അങ്ങനെ ഒരു വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തെ പലതരത്തിലും കോട്ടം തട്ടുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ. ഇപ്പം ഞാൻ തിരിച്ചു പറഞ്ഞാൽ എനിക്കെതിരെ ആയിരിക്കും എല്ലാവരും. ഞാൻ തിരിച്ചു പറഞ്ഞു. ഇപ്പം നാളെ വാർത്തകൾ വരണമെന്നുണ്ടെങ്കിൽ ഞാനിതിന് അനുകൂലമായിട്ട് പറഞ്ഞാൽ മതി. വിശ്വാസ സമൂഹം UDF-നൊപ്പം ഉണ്ടാകുന്ന പ്രതീക്ഷയിലാണ്. അത് 101% ഞാൻ പറയുന്നില്ല, 101% വിശ്വാസ സമൂഹം ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഇപ്പോൾ ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ അന്വേഷണം തുടരുകയാണ്. പോറ്റി മുതൽ ദേവസ്വം ബോർഡ് വരെയാണ് പ്രതിസ്ഥാനത്തുള്ളത്. അത് എവിടം വരെ എത്തും, ആരിൽ വരെ എത്തും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്? ഞങ്ങൾ ആദ്യം തന്നെ ഞങ്ങളൊരു അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ അഭിപ്രായം പറഞ്ഞത്, ഇത് ഏതാനും ചില ഉദ്യോഗസ്ഥന്മാരെ മാത്രം കൊണ്ടുവന്ന് പ്രതിക്കൂട്ടിൽ ചേർത്തിട്ട് കാര്യമില്ല. ഉദ്യോഗസ്ഥന്മാരോടൊപ്പം ഭരണം നടത്തിയവരും അതിൻ്റെ പങ്കാളികളാണ്. ഭരണം നടത്തിയ മന്ത്രിമാർ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകൾ അവിടെയുണ്ട്. ദേവസ്വം ബോർഡിന് നേതൃത്വം കൊടുത്ത ആളുകളുണ്ട്. ദേവസ്വം ബോർഡിനെ എതിരെ നടപടി സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ ദേവസ്വം ബോർഡിനിപ്പോൾ ഒരു ഇത് രാജിവെക്കണം എന്ന് ഞങ്ങൾ പറയുകയല്ല. ദേവസ്വം ബോർഡിനെതിരെ നടപടി സ്വീകരിക്കണം. ദേവസ്വം ബോർഡിനെതിരെ നടപടി സ്വീകരിച്ചാൽ ഇത് പിരിച്ചുവിട്ട് പുതിയ ആളുകളെ വെക്കട്ടവര്. പണ്ട് ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മറ്റും ഒക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? MLA-മാരിൽ നിന്ന് തിരഞ്ഞെടുക്കും. MLA-മാരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന വെച്ചാൽ MLA-മാരാണ് വോട്ട് ചെയ്യാറുള്ളത്. അന്ന് ഹൈന്ദവരായിട്ടുള്ള MLA-മാരാണ് അതിന് വോട്ട് ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ അവസ്ഥ എന്താ? ഇതെല്ലാം മാറ്റിമറിച്ച് ഈ സർക്കാർ വന്നതിന് ശേഷം അട്ടിമറിച്ചിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങൾ പറയുന്നത്. എന്താ ഞങ്ങൾ പറഞ്ഞു? ആദ്യം തന്നെ പറഞ്ഞു, ഇത് CBI അന്വേഷണം നടക്കണം. CBIയെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ CBIയുടെ അന്വേഷണം വന്നാൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വലിയ ദോഷമില്ലാത്ത തരത്തിൽ അന്വേഷണം നടക്കുകയും കുറ്റക്കാരെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ വരുന്ന ഒരു കുഴപ്പം എന്താ? ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ നിയന്ത്രിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. ആ ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കുന്ന ശ്രീ പിണറായി വിജയൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇവരാരും ഇവർ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം എഴുതി വെക്കും എന്ന് നിഷ്പക്ഷമായ ഒരു അന്വേഷണം ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് കരുതുന്നില്ല. അല്ല, ഞങ്ങൾ അത് കരുതുന്നില്ല. നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കുക. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഞങ്ങളിപ്പോൾ CBI എല്ലാം വാഴ്ത്തപ്പെട്ടവരാണ് എന്ന് പറയുവാൻ വേണ്ടിയല്ല. പക്ഷേ CBI കുറെ കൂടി
പിന്നെ കാര്യങ്ങൾ അന്വേഷണം നടത്തി പുറത്തു കൊണ്ടുവരും എന്നുള്ളത് കൊണ്ടാണ് CBI അന്വേഷണം ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിങ്ങനെ വെറുതെ ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നു എന്നതിനപ്പുറത്തേക്ക് ഇതിപ്പോൾ ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണ്, മേൽനോട്ടത്തിലാണ് അന്വേഷണം പോകുന്നത്. ഹൈക്കോടതിയെ തന്നെ ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഹൈക്കോടതിയെ തന്നെ UDF സമീപിക്കുമോ? അങ്ങനെ ഒരു ആലോചനയുണ്ടോ? അല്ല, ഞങ്ങൾ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ആലോചിക്കണം. ആലോചിച്ചിട്ട് ശേഷമാണ്. കാര്യം ഇപ്പോൾ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി, കോടതി ഞങ്ങൾ ധിക്കരിക്കുന്നില്ല. കോടതിയുടെ ഇടപെടലുണ്ടായ സമയത്ത് ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്വേഷിക്കട്ടെ എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോടതിയെ ധിക്കരിക്കുക എന്ന് പറയുന്ന ഒരു ഏർപ്പാട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളമില്ല. പക്ഷേ ഞങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അത് പറയാനുള്ള കാരണവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ പറയാനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് നിഷ്പക്ഷമായ ഒരു അന്വേഷണം നടക്കണം, കോടതിയുടെ ചുമതലയിൽ. ഇപ്പോൾ പിന്നെ ആദരണീയനായ ജസ്റ്റിസ് ശങ്കരൻ്റെ ശങ്കരൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഇക്കാര്യങ്ങൾ നടക്കുന്നത്. അത് നടക്കട്ടെ. ഇപ്പം ഞങ്ങൾ അതിനെതിരായി പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ അഭിപ്രായം ഇത് CBIയെ ഏൽപ്പിക്കണം എന്നുള്ളതാണ്.